നമസ്കാരം. ധനമന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ നമുക്കൊപ്പം ചേരുന്നു. സ്വാഗതം സർ. ഇന്ന് നമ്മളിപ്പോഴും ഇരിക്കുമ്പോൾ ബജറ്റ് അവതരണത്തിന് ശേഷം സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷം ഒരു വലിയ സമര നീക്കം നടത്തുന്ന പശ്ചാത്തലത്തിലാണ്. അത് അങ്ങയുടെ ബജറ്റ് അവതരണമാണ് അതിന് പശ്ചാത്തലം ഒരുക്കിയത്. അങ്ങേയറ്റം ജനവിരുദ്ധമായ നികുതി നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ട് എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത്. ശരിക്കും ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത തരത്തിലുള്ള നികുതി നിർദ്ദേശം ഉണ്ടായെന്നൊക്കെയാണ് ഉയരുന്ന പല വിമർശനങ്ങളും. യഥാർത്ഥത്തിൽ ഇന്നലെ സഭയിലെത്തിയ എക്കണോമിക് സർവേയിൽ സംസ്ഥാനത്തിൻ്റെ വളർച്ച കൃത്യമായി ക്രമാനുഗതമായൊരു വളർച്ച രേഖപ്പെടുത്തുന്നു എന്ന സൂചനയുണ്ടായിട്ടും ഇത്ര ശക്തമായ നികുതി നിർദ്ദേശത്തിലേക്ക് അല്ലെങ്കിൽ ഇത്ര കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകാൻ കാരണമെന്താണ്? ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റ് കേരളത്തിൻ്റെ ഭാവിയിലേക്ക് നോക്കി കൂടുതൽ വികസനം ഉണ്ടാക്കാനുള്ളൊരു ബഡ്ജറ്റാണ്. അതിനകത്ത് ഒരു വശത്തു കൂടി കൂടുതൽ തൊഴിലവസരങ്ങളും പുതിയ കാരണം ഇപ്പോഴത്തെ ലോക സാഹചര്യം മാറുന്നതനുസരിച്ച് പുതിയ ടെക്നോളജിയും പുതിയ തരത്തിലുള്ള ആവശ്യങ്ങളും വരുന്നതനുസരിച്ച് കേരളത്തിലെ ജനങ്ങളെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ എക്വിപ്പ് ചെയ്ത് കൂടുതൽ അവസരം ഉണ്ടാകാനുള്ള പല കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ ഒന്നാമത് മേക്ക് ഇൻ കേരള, വിഴിഞ്ഞം പ്രൊജക്റ്റുമായി അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ നമ്മുടെ പങ്കാളിത്തം, മറ്റ് യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള എക്സ്ചേഞ്ച്, ഇങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും അതിൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക്കായ കാര്യങ്ങളും നേരത്തെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞ കാര്യങ്ങളുടെ പ്രോഗ്രസ്സും അടക്കം പറഞ്ഞിട്ടാണ് ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞു വരുമ്പോൾ അതിനകത്ത് നികുതി നിർദ്ദേശങ്ങളുടെ ഭാഗത്ത് സാധാരണഗതി വർദ്ധിപ്പിക്കേണ്ടതാണ്. അതിനകത്ത് കുറേയേറെ നികുതികൾ ഇപ്പോൾ ആളുകൾ പറയുന്നു പെട്രോളിന് ഇത്രയും വർദ്ധിപ്പിക്കണം, 2 സെസ് 2 രൂപ വേണമായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും ബാക്കി പലതും ദീർഘകാലമായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്യാൻ സമയം കിട്ടാത്ത അല്ലെങ്കിൽ ചെയ്യാൻ അതിൻ്റെ അന്തരീക്ഷമില്ലാത്ത ചില പല നികുതികളുണ്ട്. എന്നുവെച്ചാൽ എന്താണ് അന്തരീക്ഷം ഇല്ലാഞ്ഞ് 5 വർഷം കോവിഡും പ്രളയവും 2 പ്രളയം നിപ്പയൊക്കെ ആയപ്പോൾ നമുക്ക് ഒരിക്കലും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ ഇങ്ങനൊരു നിർദ്ദേശമായിട്ട് വന്നത്. അത് ആ സാഹചര്യം പറയുമ്പോൾ കേരളത്തിൽ ഇന്ന് വളരെ വലിയ ചില പ്രതിഷേധമൊക്കെ പറയുന്നെന്ന് പറഞ്ഞു നികുതി. യഥാർത്ഥത്തിൽ പ്രതിഷേധം ഇപ്പോൾ ഈ ഇതിനകത്ത് ആകെ നിർദ്ദേശം എല്ലാം കൂടി ഒരു 2,900 കോടി രൂപയുടെ നികുതി നിർദ്ദേശങ്ങളുണ്ട്. ഇന്നലെ മാത്രം കേന്ദ്ര ഗവൺമെൻറ് 2,700 ചില്ലാനം കോടി രൂപയാണ് കേരളത്തിന് കിട്ടുന്നത് വെട്ടിക്കുറച്ചത്. ഈ വർഷം എല്ലാം കൂടി 10,000 കണക്കിന് കോടി വെട്ടിക്കുറച്ചു. യഥാർത്ഥത്തിൽ ഈ പ്രതിഷേധം കേന്ദ്ര ഗവൺമെൻറ്റിന് നേരെയാണ് വേണ്ടത്. കേരളത്തെ കിട്ടേണ്ട അർഹമായ നികുതി തരാതെ ശ്വാസം മുട്ടിക്കുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ അതിന് എതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം വേണം. കേരള ഗവൺമെൻറ്റിന് നേരെയുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടാവാം, അതിനൊക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, ഞാനതിനൊന്നും എതിരല്ല. പക്ഷേ ഇവിടെ എന്താ യഥാർത്ഥത്തിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ വർഷങ്ങളായിട്ട് പരിഷ്കരണം വരാത്ത ചില മേഖലകളിൽ നികുതി പറഞ്ഞു. ഒരു പ്രത്യേക സെസ് നമ്മൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. അത് ഈ പെട്രോളിൻ്റെയും മദ്യത്തിൻ്റെയും. അത് 500 രൂപയ്ക്ക് മുകളിലുള്ള കുപ്പി, 1000 രൂപയ്ക്ക് മുകളിലുള്ളൊരു കുപ്പി, അതിനകത്ത് 20 രൂപ, 40 രൂപ, ഇങ്ങനെയാണ്. അതുപോലെ പെട്രോളിന് 2 രൂപ. ഇത് പോകുന്നത് കൃത്യം ഒരു പ്രത്യേക പദ്ധതിയിലേക്കാണ്. അത് പോകുന്നത് സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സെസ്സാണ്. അവിടെ എന്താ നമ്മൾ 11,000 കോടി രൂപ ഒരു വർഷം പെൻഷന് വേണ്ടി ചിലവാക്കുന്നുണ്ട് സോഷ്യൽ സെക്യൂരിറ്റി. ഏകദേശം 60 ലക്ഷം ആളുകൾക്ക് നേരിട്ട് ഗവൺമെൻറ്റാണ് മാസം തോറും പെൻഷൻ കൊടുക്കുന്നത്. അവരുടെ പെൻഷൻ നിൽക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് തരുന്നില്ല. ഇത് കിട്ടിയതുകൊണ്ട് ആകെ പരിഹാരമാവില്ല, ആകെ അതിൻ്റെ 10% മാത്രമേ ഉള്ളൂ. എങ്കിലും സാമൂഹ്യമായ അത്തരം ചില ഉത്തരവാദിത്തം കൂടി നമ്മൾ ഏറ്റെടുക്കണം. അത് ആണ് ഒന്നുകിൽ ഇതെല്ലാം നിർത്താം, അല്ലെങ്കിൽ ഇതൊക്കെ നടത്താൻ വേണ്ടി ശ്രമിക്കാം. ഇതാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം. അനുദിനം എന്നോണം നമ്മുടെ നേരെ വരുന്ന ആക്രമണങ്ങളുണ്ട്. ആ ആക്രമണങ്ങൾ വരുമ്പോൾ കിട്ടേണ്ട പണം കിട്ടാത്ത പ്രശ്നമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ കൃത്യമായ കണക്ക് പറഞ്ഞാൽ നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് ആകെ അഖിലേന്ത്യാ തലത്തിൽ വീതം വെക്കുന്നതിൻ്റെ 3.8% ഇപ്പോൾ അത് 1.9% ജില്ലാനേ ഉള്ളൂ. 18,000 കോടിയാണ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ 3.45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന 18,000 ആണെങ്കിൽ 35,000 കിട്ടണം. അതിൽ തന്നെ 18,000 കോടി കുറവുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിട്ടേണ്ട ഈ ഡിവിസീവ് പൂൾ മാത്രമല്ല, നമുക്ക് കിട്ടേണ്ട പല ആനുകൂല്യം, മറ്റു പല ആനുകൂല്യങ്ങളും നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ കേരള സമൂഹത്തെ, ഇന്ത്യയിൽ ഏറ്റവും നന്നായി പല കാര്യങ്ങളിലും മുന്നോട്ട് നിൽക്കുന്ന സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എളിയ പരിശ്രമമാണ്. അതിനകത്ത് പൊതുവിൽ എല്ലാവരും കൂടി ചേർന്ന് ഈ 60 ലക്ഷം ആളുകളെ ഒന്ന് പിന്തുണയ്ക്കേണ്ട ഒരു കാര്യം കൂടി ഏറ്റെടുത്തേ ഉള്ളൂ. അതായത് ഈ പ്രതിപക്ഷമൊക്കെ വിമർശിക്കുന്ന ഈ കടുത്ത തീരുമാനമെടുക്കാൻ കാരണമായത് കേന്ദ്രത്തിൻ്റെ നയമാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. തീർച്ചയായിട്ടും അത്ര അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം രാവിലെ തൊട്ട് കുറേ വിശദീകരിക്കുന്നതുമാണ്, പലയിടത്ത് പറഞ്ഞതുമാണ്.
ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ കണക്ക് കൂട്ടി നോക്കൂ. ഇപ്പം ഞാൻ പറഞ്ഞു കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് 3.9 ഞാൻ പറഞ്ഞില്ലേ, അതിന്ന് നേരെ പകുതിയായി. കുറയ്ക്കാൻ ന്യായം വല്ലതും ഉണ്ടോ? ന്യായമൊന്നുമില്ല. ഒറ്റ കാര്യമുള്ളൂ, കേരളം പല മേഖലയിലും വികസിച്ച് അതുകൊണ്ട് തരേണ്ടതാണ്. അതിൽ മാത്രം 18,000 കോടി രൂപയുടെ കുറവ് വന്നു. അതുപോലെ തന്നെ നമുക്ക് കിട്ടേണ്ട ബോറോയിങ് ഒക്കെ ഞാൻ വേറെ വെക്കുന്നു. നമുക്ക് കിട്ടേണ്ട പിന്നെ ഈ GST കോമ്പൻസേഷൻ ഇടയ്ക്ക് തരുന്നുണ്ടായിരുന്നു. കോമ്പൻസേഷൻ പോട്ടെ, GST നടപ്പിലാക്കുന്നതിന് മുമ്പ് സെയിൽ ടാക്സ് ആയിരുന്നപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറയും, കിട്ടിക്കൊണ്ടിരുന്നത് 100 രൂപയിൽ 16 രൂപയായിരുന്നു ടാക്സ്. GST വന്നതിന് ശേഷം ലക്ഷറി ഐറ്റങ്ങളുടെ ഒക്കെ ടാക്സ് വെട്ടി കുറച്ചു. ഇപ്പോൾ 11 ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്നതിൻ്റെ പകുതിയും കൂടി, അതാണ് 1/3 കുറച്ചു. അപ്പോൾ ഇപ്പോൾ കിട്ടുന്നത് 2 അപ്പോൾ പഴയ ടാക്സ് ആയിരുന്നെങ്കിൽ 3 കിട്ടണമല്ലോ. 3/2 നമുക്ക് ഈ വർഷം 30,000 കോടിയാണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 15,000 കോടിയാണ്. 15,000 കോടി അതും 18,000 കോടി കേരളത്തിൽ നിന്നടക്കം പിരിക്കുന്ന ടാക്സിൻ്റെ വിഹിതവും ഉൾപ്പെടെ 33,000 കോടി രൂപ 15 വർഷം മുമ്പ് കിട്ടുന്ന മാനദണ്ഡം അനുസരിച്ച് കിട്ടുകയാണെങ്കിൽ കേരളത്തിന് കിട്ടേണ്ടതാണ്. ആ 33,000 കോടി രൂപ നമുക്ക് അധികമായി കിട്ടുകയാണെങ്കിൽ നമ്മളിങ്ങനെ ടാക്സ് വല്ലതും കൂട്ടേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അർഹമായത് കിട്ടുന്നില്ല. അതിൻ്റെ പുറമെയാണ് ലോൺ എടുക്കുന്നതും കൂടെ സമ്മതിക്കാത്ത തരത്തിലേക്ക്. ഈ തീരുമാനങ്ങളിൽ ഏറ്റവും വിമർശിക്കപ്പെടുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് പെട്രോള്, 2 മദ്യം ആണ്. കാരണം രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ മദ്യനികുതി ഈടാക്കുന്ന ഒരു സംസ്ഥാനം കേരളം എന്നൊക്കെയാണ് വിമർശനം. അത് അവിടെ നിൽക്കട്ടെ. ഇന്നലെ വൈകിട്ട് അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധിച്ചു. അതിൽ വികസനവും ക്ഷേമവും ഉറപ്പുവരുത്തുന്ന ഒരു പ്രഖ്യാപനം അതിലുണ്ടായിരുന്നു. പക്ഷേ രാവിലെ വന്നപ്പോൾ ഈ ചില നികുതി നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാകുന്ന സൂചന ഉണ്ടെങ്കിൽ കൂടിയും ഈ മദ്യത്തേലും പെട്രോളിലും തൊട്ടുള്ള ഒരു കളി ആരും പ്രതീക്ഷിച്ചില്ല. അതിലേക്ക് വന്നതൊരു പെട്ടെന്ന് തീരുമാനമാണ് യഥാർത്ഥത്തിൽ. പെട്ടെന്ന് തീരുമാനമല്ല, പക്ഷേ ഓരോ ദിവസവും വരുന്ന സാഹചര്യങ്ങൾ നമ്മളെ കുറച്ചുകൂടി ശ്വാസം മുട്ടിക്കുന്നതാണെന്നുള്ളത് അത് സ്വാധീനിച്ചിട്ടുണ്ടാവാം. കാരണം ഇന്നലെ തന്നെ വന്നൊരു തീരുമാനം, ഇന്നലത്തെ ഒരു തീരുമാനം കൊണ്ടാണ് ഇതെടുത്തെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് എടുക്കുന്നൊരു തീരുമാനമൊന്നും അല്ല ഇത്. നമ്മളെ ഓരോ ദിവസവും വന്ന സംഭവങ്ങൾ ഞാൻ പറയുകയാണ്. 2,700 ചില്ലാനം കോടി രൂപ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി വന്ന കത്തോടുകൂടി നമുക്ക് ഈ 3 മാസത്തേക്ക് കിട്ടാനുള്ളത് വെട്ടിക്കുറച്ചു. ഈ 3 മാസത്തേക്ക് നമുക്കിനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആകെ 937 കോടി രൂപയെ കേന്ദ്രം കടമെടുപ്പി തരുന്നുള്ളൂ. നമ്മുടെ ആഭ്യന്തര റിസോഴ്സ് വെച്ചിട്ടൊന്നും ഈ 3 മാസം 2 മാസം മാർച്ച് മാസത്തിലെ വലിയ ബില്ലൊന്നും നേരിടാൻ പറ്റില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ റിസോഴ്സസ് വർദ്ധിപ്പിച്ച് പറ്റും. ആ റിസോഴ്സസ് വർദ്ധിപ്പിക്കാൻ വളരെ പരിമിതമായിട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ടാക്സിൽ നിന്ന് ഉണ്ടാക്കാനുള്ള വരുമാനമൊന്നും ഇല്ല. അപ്പോൾ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ തൽക്കാലം ഇത് നമ്മൾ കുറച്ച് പ്രഖ്യാപനമൊക്കെ നടത്തി പോകാമെന്നല്ലാതെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരും പുതിയ തലമുറയുടെ ഉൾപ്പെടെ ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മയാണ്. അതുകൊണ്ട് കുറച്ച് വിമർശനം കേൾക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം. പക്ഷേ അത് ഞാൻ എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി കേൾക്കുന്നതല്ല. ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ ശ്വാസം മുട്ടിക്കുക കൂടി ചെയ്യുമ്പോൾ 60 ലക്ഷം ആളുകൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സമീപനം സ്വീകരിക്കണം. കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് വേണ്ടി സമീപനം സ്വീകരിക്കണം. അതാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ രാഷ്ട്രീയ വെല്ലുവിളി ചെറുതല്ല എന്നൊരു പ്രശ്നമുണ്ടല്ലോ മുന്നിൽ. കാരണം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇതുവരെ ഇന്ധന വില വർധന അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ നമുക്ക് പഴി പറയാനൊരു വഴിയുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ എടുക്കുന്ന ഈ തീരുമാനം നാളുകളിൽ ഇപ്പം BJP അടക്കമുള്ളവർ സംസ്ഥാന സർക്കാരിനെതിരെ അല്ലെങ്കിൽ LDFനെതിരെ CPMനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കില്ലേ? അത് തെറ്റായൊരു ഫോർമുലേഷനാണ് ആ ചോദ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നികുതിയെ വർദ്ധിപ്പിക്കാൻ പാടില്ല, നികുതി മേടിക്കാനേ പാടില്ല എന്ന സമീപനം ഒരിക്കലും ഇടതുപക്ഷമോ CPMോ എടുത്തിട്ടില്ല. നികുതിയുടെ കാര്യത്തിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നികുതിയുടെ കാര്യത്തിനകത്ത് 2 3 കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന നികുതി സത്യത്തിൽ ഇൻഫ്രിഞ്ച്മെന്റ് ഓൺ ദ റൈറ്റ്സ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് എന്ന് പറയുന്നൊരു ഇഷ്യൂ ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ അവകാശത്തിന് മേളിൽ കയറി ടാക്സ് പിരിക്കാൻ അവകാശമില്ലാത്തടത്ത് സെസ് എന്ന നിലയിൽ പിരിച്ചുകൊണ്ട് പോകുന്നു. ആ സെസ്സിന്റെ പ്രത്യേകത സെസ് ഡിവൈഡ് ചെയ്യേണ്ട, അത് പിരിച്ചാൽ അവർക്ക് ഒറ്റയ്ക്ക് എടുക്കാം. അതാണ് സെസ്സിന്റെ ഭരണഘടനാപരമായ പ്രൊവിഷൻ കേന്ദ്ര ഗവൺമെന്റിന്റെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് വിമർശിക്കുന്നു. അതുപോലെ തന്നെ എപ്പോഴും വില വർദ്ധിച്ചാൽ പൊതുവിൽ നികുതി വർദ്ധിപ്പിച്ചാൽ വില വർധന ഉണ്ടാവും. പക്ഷെ നികുതി വാങ്ങേണ്ടത് വാങ്ങണമല്ലോ. ഉയർന്ന വരുമാനക്കാരുടെയും ഏറ്റവും ലക്ഷറി ആയിട്ട് ഉപയോഗിക്കുന്നവരുടെയും കൂടുതൽ നികുതി മേടിക്കണമെന്നാണ് ഒരു കാഴ്ചപ്പാട്. പക്ഷേ സ്റ്റേറ്റിൻ്റെ നികുതിയുടെ ആകെയുള്ള ഫ്രീഡം എത്രയാണ്? വളരെ കുറവാണ്. ആ ഫ്രീഡം വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചുമ്മാതെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്കുള്ള നികുതി സോഴ്സസിൽ നിന്ന് മാത്രമേ നമുക്ക് ഏർപ്പെടുത്താൻ പറ്റുന്നുള്ളൂ. അതാണ് അതിൻ്റെ പ്രശ്നം. ഈ രാഷ്ട്രീയമായ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് അങ്ങ് മുന്നിൽ കാണുന്നു എന്ന് പറയുമ്പോൾ തന്നെ രാഷ്ട്രീയമായ പ്രതിസന്ധി ഉണ്ടാകുമെന്നല്ല, സമരങ്ങൾ ഉണ്ടാകുമെന്ന രാഷ്ട്രീയമായിട്ടുള്ള ശക്തമായ എതിർപ്പും വിമർശനവും വരും. അത് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ കുറച്ച് കുറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആദ്യമേ പറഞ്ഞു മദ്യത്തിനാകെ കൂട്ടി
കൂട്ടിയില്ല. 500 മുതൽ മേലോട്ടുള്ള കുപ്പിക്കാണ് അത് 20 രൂപ എന്ന് പറഞ്ഞാൽ ആ ഒരു 1000 രൂപയുടെ കുപ്പിയെ സംബന്ധിച്ചൊരു 20 രൂപ എന്ന് പറയുന്നതിന്റെ താഴോട്ടുള്ള ഏറ്റവും കൂടുതൽ വിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾ വാങ്ങുന്നതിന് വില ടച്ച് ചെയ്തിട്ടില്ല. 500 രൂപ വരെയുള്ളതിന് വില വർധനവ് ബാധകമായിട്ടില്ല എന്നതാണ് അതിൻ്റെ ഒരു വസ്തുത. മറ്റൊന്നുള്ളത്, ഇത് രാഷ്ട്രീയമായ സമരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ഇടതുമുന്നണി സംവിധാനം എന്ന് പല പാർട്ടികളുടെ ഒരു സംയോജന രൂപമാണ്. അപ്പോൾ മുന്നണിക്കകത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്കും ഈ തീരുമാനത്തോടൊപ്പം നിൽക്കാൻ കഴിയും? അതിലൊരു പ്രതിസന്ധി അങ്ങ് മുന്നിൽ കാണുന്നുണ്ടോ? അങ്ങനെയൊന്നൊരു പ്രതിസന്ധി മുന്നിൽ കാണേണ്ട ഒരു വിഷയം ഇതിനകത്തില്ല. ഇതെല്ലാം കോമൺ ഗുഡാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി മാത്രവുമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന സമീപനം പോലെ ഇതിപ്പോൾ ഇതിനെയും നിയമസഭ ചർച്ച ചെയ്ത് പാസ്സായി കഴിഞ്ഞാൽ അടുത്ത വർഷമാണ് ബാധകമാവുന്നത്. ഇതിപ്പോൾ നാളെ തൊട്ട് പിരിക്കുന്നതല്ല. നിയമസഭയിൽ ധനകാര്യമന്ത്രി വെക്കുന്നൊരു പ്രപ്പോസൽ അവിടെ ചർച്ച ചെയ്ത് എല്ലാവരും ചർച്ച ചെയ്ത് അതിനകത്തെ കാര്യങ്ങൾ അംഗീകരിച്ച് ഫൈനാൻസ് ബില്ലായിട്ട് വന്ന് അത് അംഗീകരിക്കുകയാണ്. അപ്പോൾ അത്തരം പ്രോസസ്സുണ്ട്. ഇതൊരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൻ്റെ ലെജിസ്ലേറ്റീവ് പ്രോസസ്സിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്നല്ലാതെ വേറൊന്നുമല്ല. അത് പാസ്സായി വരാൻ ചർച്ച വരും. എന്തായാലും ഇത് പൊതുവിൽ കേരളത്തിൽ മുന്നോട്ട് പോകലിന് ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആവശ്യമായ ഒരു ചർച്ച പരിശോധനയൊക്കെ നടത്തിയിട്ട് നമ്മൾ വെക്കുന്നത്. കാരണം അത് വരട്ടെ. അതങ്ങനെ ഇതിങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നു, കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾക്കെതിരെ നമ്മളൊന്നും മിണ്ടാതിരിക്കുന്നു, എന്നിട്ട് നമ്മുടെ ഈ പണമില്ല. അതുകൊണ്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ മാത്രമല്ല, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കണ്ട, ഇത്രയും കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അതും കൊടുക്കാതെ അടച്ചുപൂട്ടി പോയി കഴിഞ്ഞാൽ നിങ്ങളിതാണോ നിങ്ങളെ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത്? നിങ്ങൾ ഈ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിനകത്ത് പങ്കുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരും മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരല്ലെന്ന് ചോദ്യം വരില്ലേ? നിങ്ങളൊക്കെ തന്നെ അതിശക്തമായിട്ട് ചോദിക്കില്ലേ? അല്ലാതെ ഇത് മൊത്തം ഞാൻ ആ പ്രസംഗം അവസാനിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞുകൊണ്ട് വലിയ സ്ഥലങ്ങളെന്ന് പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ ഇംഗ്ലണ്ടിൽ പോലും പ്രശ്നങ്ങളാണ്. അവിടുത്തെ വലിയ പ്രതിസന്ധിയാണ് ജനങ്ങൾ. അവിടെയും ഈ ടാക്സ് ഇളച്ചു കൊടുത്ത വളരെ അശാസ്ത്രീയമായി ഇളച്ചു കൊടുത്തതിനെ തുടങ്ങിയുണ്ടായ പ്രതിസന്ധി, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വന്നു. ശ്രീലങ്ക, പാകിസ്ഥാനിലാണെങ്കിൽ ജനറേറ്റർ പോലും ഇല്ല, കറണ്ടില്ല. അപ്പം നമുക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കൊളാപ്സ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകല്ല. ഒരു സ്റ്റേറ്റിനെ, ഒരു പ്രദേശത്തെ, ഒരു നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കുകയും കൂടി വേണം. വിമർശനം വരുമ്പോൾ ആ വിമർശനം വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് സത്യസന്ധമായി ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ആ ന്യായം ഞാൻ പറയുകയാണെന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം കാണിക്കണമെന്ന് ഞാൻ കരുതുന്നത്. ഞാൻ സമയപരിമിതി കൊണ്ട് വേഗത്തിൽ വിഷയം കിടക്കുകയാണ്. അങ്ങ് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നതുമില്ല. ചെലവ് ചുരുക്കൽ നിർദ്ദേശങ്ങൾ ചിലതെങ്കിലും ബജറ്റിലുണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത്രയും കാര്യമായൊരു വശത്തേക്ക് ഈ ബജറ്റ് ചിന്തിച്ചതായി തോന്നുന്നില്ല. ഇപ്പം ചെലവ് ചുരുക്കൽ എന്ന് പറഞ്ഞാൽ ക്ഷേമ പെൻഷൻ ചുരുക്കണോ മറ്റു ചുരുക്കണമെന്നുമല്ല. ഇപ്പോൾ നമ്മുടെ പൊതുവാഹനങ്ങളുടെ ഉപയോഗം, സർക്കാർ വാഹനങ്ങളുടെ ഉപയോഗം, പുതിയ വാഹനങ്ങൾ വാങ്ങൽ, വിദേശയാത്ര, ഇങ്ങനെയുള്ള പൊതുജനങ്ങൾക്ക് സർക്കാർ തങ്ങളുടെ ഖജനാവിലെ പണം ചൂഷണം ചെയ്യുന്നു എന്ന് പൊതുവിൽ തോന്നുന്ന കാര്യങ്ങളിൽ ഒരു ഇടപെടൽ ഉണ്ടാവുമെന്ന് കരുതിയിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് ബജറ്റ് കടന്നിട്ടില്ല. ജനറലായിട്ടുള്ള ഡയറക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. ഓരോന്നും വളരെ സ്പെസിഫിക് ആയിട്ടെടുത്ത് വിശദമായി പറയാൻ അതിനകത്ത് അത്രയും സമയത്തിൻ്റെ ഉണ്ടല്ലോ. പിന്നെ ചെലവ് ചുരുക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾക്ക് അപ്പുറം ചെലവ് ചുരുക്കേണ്ടത്. ഇപ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനം. ഏറ്റവും പ്രധാന നമ്മളൊരു വിദേശയാത്ര അനാവശ്യമായിട്ട് ആരെങ്കിലും പോയെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ വേറൊരു കാര്യം അതൊക്കെ നോക്കാം, അല്ലെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്തു. യഥാർത്ഥത്തിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു നിർമ്മാണത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പല പബ്ലിക്കായിട്ട് പ്രസംഗിച്ചതാണ്. കൊല്ലത്തെ ഒരു കോടതി നിർമ്മിക്കുന്നതിന് 148 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് വന്നു. വാസ്തവത്തിൽ അത് കഴിഞ്ഞ് വീണ്ടും ഡിസ്കസ് ചെയ്തപ്പോൾ അത് ഓവർ ഡിസൈനാണ്. ആ ഓവർ ഡിസൈൻ ഉള്ളതിനെ പുനഃപരിശോധിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തുമെന്നുള്ള ശക്തമായ സമീപനം ബന്ധപ്പെട്ട വകുപ്പുകളും ഗവൺമെൻറ്റും ഇപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധപ്പെട്ടപ്പോൾ ഞാനും അത് അവരുടെ ശ്രദ്ധപ്പെടുത്തി. അത് റീഡിസൈൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 100 കോടി താഴെ വരും. ഞാനൊരു ബിൽഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. നമുക്ക് ഈ കാര്യങ്ങൾ ചിലവാക്കുന്നത് എങ്ങനെയും ചിലവാക്കാം എന്നല്ല. ഞാൻ ബഡ്ജറ്റിൽ നിന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കോട്ടയം ബസ് സ്റ്റാൻഡ് വളരെ ചെലവ് കുറച്ചാണ്. വിസ്താര ഭയം കൊണ്ടാണ് കൂടുതൽ പറയാത്തത്. കോട്ടയം ബസ് സ്റ്റാൻഡ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ MLA ഫണ്ടിൽ നിന്നാണ് ചെയ്തത്. സംസാരിക്കുമ്പോൾ ഞാൻ ഇനി അവിടെയും പറയാം. അദ്ദേഹം വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചു. 1 വർഷത്തിനകത്ത് ഒരു സാധാരണ സർക്കാരിന്റെ പല കെട്ടിടങ്ങൾക്കും ആവുന്നതിന്റെ 50% പോലും ആയിട്ടില്ല. ഇതാണ് കേരളത്തിലെ KSRTC ബസ് സ്റ്റാൻഡുകളിൽ ഒരു ട്രയലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ KSRTC ബസ് സ്റ്റാൻഡ് പറയാൻ കാര്യം എന്താ? ആളുകൾ യാത്ര ചെയ്തും കാണുന്ന ഒരു സ്ഥലം, ഒരു ഷോക്കേസാണ്. ഞാൻ പറഞ്ഞത് പ്രായോഗികമായി ചില കാര്യങ്ങൾ ചെയ്ത് കാണിക്കുക എന്നുള്ളതും പ്രധാനമാണ്. അപ്പോൾ അത്തരം ചില കാര്യങ്ങളിൽ കൂടെ ഉൾപ്പെടെ അത്
നിർമ്മാണത്തിൻ്റെ കാര്യത്തിലാണ്, ഡിസൈനിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ PWD മന്ത്രിയെല്ലാം പങ്കെടുത്തൊരു പരിപാടി ഉണ്ടായിരുന്നു. ഡിസൈൻ ഡിസൈന് ഈ ചിലവ് കുറച്ച പുതിയ മാർഗങ്ങളൊക്കെ ഗവൺമെൻറ് പരിശോധിക്കുന്നുണ്ട്. അത് ചെയ്ത് പ്രായോഗികമായി അങ്ങനെ ചിലവ് കുറയ്ക്കുക. ഞാൻ ഈ ഒറ്റ വർക്കിന് പറഞ്ഞപ്പോൾ 148 കോടിയിൽ നിന്ന് 100 കോടിയിലോ 80 കോടിയിലോ വന്നാൽ നിങ്ങളൊന്ന് സേവിങ്സ് ഒന്ന് ആലോചിച്ചേ. അതെ, ഇവിടെ ഒരു വിദേശയാത്ര പോകുന്നു, അല്ലെങ്കിൽ 5-6 പേര് പോകുന്നു, 2 കോടി 1 കോടിയോ അല്ല 50 ലക്ഷം രൂപയാവുന്നു. നമ്മുടെ വാർത്താ ചാനലിലെ മൊത്തം അതിലാണ്. പക്ഷേ ഒരൊറ്റ കൺസ്ട്രക്ഷനകത്ത് സേവിങ്സ് വന്നാൽ വരുന്നത് 50-60 കോടിയാണെങ്കിൽ ഏതാണ്? അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ബഡ്ജറ്റിനകത്തെല്ലാം പറയാൻ പറ്റില്ല. KSRTC ബസ് സ്റ്റാൻഡ്, അതായത് നമ്മുടെ പരമ്പരാഗത ബിൽഡിംഗ് എസ്റ്റിമേറ്റ് രീതികളെല്ലാം മാറ്റം, പരമ്പരാഗത ബിൽഡിംഗ് എസ്റ്റിമേറ്റ് രീതികൾ, അഡ്മിനിസ്ട്രേഷൻ്റെ പല രീതികൾ എന്ന് പറഞ്ഞാൽ A to Z കാര്യങ്ങളിൽ ഇടപെടാനുള്ള സാധ്യതകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ പലപ്പോഴും വാർത്തകളുടെ ഒരു വലിയ മഹാപ്രളയത്തിന് പിന്നാലെ ഇപ്പോൾ ഇതാണ് കാര്യമെന്ന് കാണും. അത് എപ്പോഴും അതിനനുസരിച്ചായിരിക്കും പിന്നെ മാധ്യമങ്ങളുടെ കുഴപ്പമല്ല, അത് കിട്ടുന്ന വാർത്തകൾ വെച്ചിട്ടാണ് ചെയ്യുക. ഇത്തരം ചില കാര്യങ്ങൾ നമ്മൾ കാണാതെ കിടക്കുന്നുണ്ടോ? അല്ല, അത് പ്രസക്തമാവുന്ന കാര്യം. ഇപ്പം ഈ ബജറ്റ് അവതരണത്തിന് ശേഷം താങ്കൾക്ക് പുതിയ വാഹനം വരുന്നു, അത് ബജറ്റിന് ശേഷം മതിയെന്ന് താങ്കൾ നിർദ്ദേശം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു. അപ്പം അതൊന്നും വസ്തുതയല്ല. വാഹനം വരുന്നതിനെടുക്കുന്നതിനൊന്നും വലിയ കാര്യമൊന്നുള്ള കാര്യം അതല്ല ഞാൻ പറഞ്ഞേ. ബജറ്റിന് ശേഷം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വാഹനം അതെടുക്കണോ, ഇപ്പോൾ വേണോ വേണ്ടയോ എന്നുള്ളത് വേറെ കാര്യം. വാഹനം വന്നിട്ടുണ്ട്, കുറേ വാഹനം. അതല്ലാതെ ബഡ്ജറ്റിന് ശേഷമായാലും അതിനു മുമ്പായാലും എന്തോ, ഞാൻ അതിനകത്തൊന്നും വലിയ കാര്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടുമില്ല. കാരണം വാഹനം വേണമെങ്കിൽ വാഹനം 2-3 ലക്ഷം കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ വാഹനം മാറി എടുക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അതൊരു ഞാൻ വളരെയേറെ യാത്ര ചെയ്യുന്ന ഒരാളല്ല. കാര്യം ധനകാര്യമന്ത്രിമാർക്ക് ചില യാത്രയ്ക്ക് തന്നെ പലപ്പോഴും കൂടുതൽ സമയം ഇവിടെ ഉണ്ടാവേണ്ടിയൊക്കെ വരുന്നതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇനി നല്ലൊരു വാഹനത്തിലെ മന്ത്രിമാരോ ഇനി നിങ്ങൾ ആരെങ്കിലും യാത്ര ചെയ്യുന്നതിന് ഞാൻ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ വാർത്ത 2 കോടി രൂപ മുടക്കിയിട്ട് 10 വാഹനങ്ങൾ മേടിക്കുന്നു എന്ന ഒരു വാർത്തയുടെ അത്രയും എന്നല്ല, അതിൽ വളരെ കുറവ് പോലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിനകത്ത് അത് ആരെയും ഞാൻ വ്യക്തിപരമായി കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ഇത്തരം ഒരു ചെലവ്, അനാവശ്യ ചെലവ് വരുന്നു എന്നുള്ളത് പലപ്പോഴും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. കോട്ടയം ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, സാധാരണഗതി കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ 3 കോടി രൂപ വരുന്നൊരു കാര്യം 1 കോടി രൂപയ്ക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയാൽ ഇറ്റ്സ് എ ന്യൂസ്. അത്തരം കാര്യങ്ങൾ വന്നാൽ അതുപോലുള്ള കാര്യങ്ങളും നമ്മുടെ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ്റെ രീതി വരേണ്ടതാണ് എന്ന് ഞാൻ പറയാം. ഞാൻ പിന്നെ ഈ ചെലവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊന്ന് കിഫ്ബി എന്ന വിഷയം. കിഫ്ബിയിലേക്ക് വന്നാൽ ഇപ്പം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുമ്പ് താങ്കളുടെ മുൻഗാമിയായിരുന്ന തോമസ് ഐസക്കിൻ്റെ കാലത്തടക്കം കിഫ്ബി ആയിരുന്നു നമ്മുടെ ബജറ്റിൻ്റെ ഒരു ഫോക്കസ്. പക്ഷേ ഇത്തവണ താങ്കൾ ബജറ്റിൽ കിഫ്ബിയെ കാര്യമായി പരിഗണിച്ചോ പരാമർശിച്ചോ കണ്ടില്ല. അതിന് ഞാൻ പറഞ്ഞു വരുന്നത് പുതിയ പദ്ധതി നിർദ്ദേശങ്ങൾ കിഫ്ബിയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. പൊതുവിൽ കിഫ്ബിയുടെ പ്രവർത്തനം നമുക്കറിയാം. കേന്ദ്ര സർക്കാരിൻ്റെ ചില നയങ്ങളും നീക്കങ്ങളും കിഫ്ബിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കും ബോധ്യമുള്ളതാണ്. അത് നേരിടുന്ന ഒരു പ്രതിസന്ധിയുമാണ്. അതുകൊണ്ട് കൂടിയാണോ കിഫ്ബി കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ നീക്കങ്ങളിലേക്ക് പോകണ്ട എന്നൊരു ആലോചനയുണ്ടോ? അതുമാത്രമല്ല, ഒന്ന് കേന്ദ്രം ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയും അല്ലാതെ പ്രവർത്തനങ്ങളെയും അതിൻ്റെ ഫണ്ടിനെയും ഒക്കെ ബോറോയിങ്ങിനെയും ബാധിക്കുന്നുണ്ട്. അതൊരു കാര്യം. അതുമാത്രമല്ല, കിഫ്ബി തോമസ് ഐസക്ക് മന്ത്രിയായിരിക്കും, അദ്ദേഹം തന്നെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കിഫ്ബി എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഒരേപോലെ കാര്യം ചെയ്യാനുള്ള ഒരു ഉപകരണമല്ല. അത് ഇസ് ഫോർ എ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ എ ലോങ് പീരീഡാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ വീട് വെക്കുന്നത് ഒരു പ്രാവശ്യം വെക്കുക, പക്ഷേ കടം അടയ്ക്കുന്നത് 15 വർഷം കൊണ്ടായിരിക്കും. 15 വർഷം കൊണ്ട് വീട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെച്ച് തീർക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, അതുകൊണ്ട് ഗുണമുണ്ടാവില്ല. ഇപ്പോൾ വീട് വെച്ച് താമസിച്ചാലേ വീടാവും. ഓരോ വർഷവും കിട്ടുന്ന ശമ്പളം കൊണ്ടുവന്നിട്ട് അല്പാൽപ്പം വെക്കുക എന്നല്ല വീട് വെക്കുന്നതിന് ചെയ്യുന്നത്. പബ്ലിക് വർക്കുകളിൽ ആ ഒരു പ്രശ്നമുണ്ട്. ചില പാലങ്ങൾ കണ്ടിട്ടില്ല, 20 വർഷമായിട്ടൊരു പാലം പണിഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്തു തരാം. അതാണ് കിഫ്ബി. അപ്പോൾ ഒരുമിച്ച് ചെയ്യുന്നു, ലോൺ ദീർഘകാലത്തേക്ക് അടയ്ക്കുന്നു. ഇതാണ് ഉദ്ദേശം. അപ്പോൾ അങ്ങനെയുള്ള കുറേ സ്കീംസാണെന്ന് കൊണ്ടുവന്നത്. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ തന്നെ കേരളത്തിൽ എന്തുവേണ്ടി വലിയ വർക്കുകളും കാര്യങ്ങളും നടക്കും. ഇപ്പം നാഷണൽ ഹൈവേ പോലുള്ള പണികളൊക്കെ നടക്കുന്നതിന് ഒരു കാരണം പ്രധാനം കിഫ്ബി തന്നെയല്ലേ. ഞാൻ ആ കാര്യം ഇന്നത്തെ ബഡ്ജറ്റിൽ നാഷണൽ ഹൈവേ ആയിട്ട് ചേർത്ത് വളരെ സ്പെസിഫിക്കായി പറഞ്ഞിരുന്നു. ഒരു കാര്യം കൂടി, ഈ റബ്ബർ മേഖലയിൽ അങ്ങ് 600 കോടി മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ ഈ 600 കോടി ഏത് തരത്തിലാണ് വിന്യസിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ഉദാഹരണം, ഈ കേരള കോൺഗ്രസ് പോലെയുള്ള കക്ഷികൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു എന്ന് പറയുന്നു. റബ്ബറിൻ്റെ ഈ ഫണ്ട് അവരുടെ പൊതുവില സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഫണ്ടിലേക്ക് പണം നിലവിലുള്ള ഒരു എമൗണ്ട് കിലോയ്ക്ക് നിശ്ചിത തുക ഗ്യാരണ്ടീഡായി ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ റബ്ബർ മേഖലയിൽ വലിയൊരു കുറച്ചോ വലിയ സാമ്പത്തിക തകർച്ച വന്നതുകൊണ്ട്, വില കൊണ്ടുവന്നുകൊണ്ട്
ഈ കൊടുക്കേണ്ട തറവിലയ്ക്കുള്ള ഗ്യാപ്പ് കൂടുതലാണ്. 170 രൂപയാണ് നമ്മളിപ്പോൾ 1 കിലോയ്ക്ക് കൊടുക്കുന്ന തറവില. അപ്പം അത് 140, 150, 160 ഉണ്ടായിരുന്ന സമയത്ത് കൊടുക്കുന്നതിനേക്കാളും വലിയ ഡിഫറൻസ് ആണല്ലോ ഇപ്പോൾ വന്നേക്കുന്നത്. നല്ല വിലയിടുക. അപ്പോൾ 500 കോടി പോരാ ആ തരത്തിൽ കൊടുക്കണമെങ്കിൽ, 170 രൂപയ്ക്ക് എടുക്കണമെങ്കിൽ തന്നെ 500 കോടി രൂപ പോരാ, 600 കോടിയായിട്ട് വർദ്ധിപ്പിച്ചു. അതായത് ഈ നിലവിലുള്ള തറവില തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫണ്ടാണ് അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. അതെ, കുറച്ച് കൂടുതൽ ഫണ്ട് സ്പേസ് കുറച്ചുകൂടെ കൊടുത്തു. ഞാൻ സമയപരിമിതി കൊണ്ട് വളരെ വേഗത്തിൽ ചുരുക്കിയാണ്. ഒറ്റ ഒരു കാര്യം കൂടി, ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. ഈ വളരെ പ്രധാനപ്പെട്ട വിമർശനം ഉണ്ടാകുമെന്ന് തോന്നിക്കുമെന്നെങ്കിലും കടുത്ത ചില പ്രഖ്യാപനങ്ങളിലേക്ക് അങ്ങയുടെ സർക്കാരും വന്നതിന് പിന്നിൽ അടുത്ത മുന്നിലൊന്നും പ്രത്യേക തെരഞ്ഞെടുപ്പൊന്നും വരാനില്ല. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ആവില്ല, സമരങ്ങളൊക്കെ അല്പോടെ കഴിഞ്ഞാൽ അങ്ങ് അവസാനിക്കും എന്നൊരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് എന്നൊരു പൊതുവിമർശനം ഈ പ്രഖ്യാപനങ്ങൾക്ക് ശേഷം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത പലരും ഉന്നയിക്കുന്നുണ്ട്. അത്തരമൊരു വാദം എങ്ങനെയാണ്? അങ്ങനല്ല, നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചേ. കഴിഞ്ഞ വർഷം കോവിഡായിരുന്നു. അതിന് തൊട്ട് മുമ്പത്തെ വർഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഈ ബഡ്ജറ്റ് പൂർണ്ണമായിട്ട് അവതരിപ്പിച്ച, പിന്നെ അതിനു മുമ്പാണ് അവതരിപ്പിച്ചത്. പിന്നെ ഓട്ടോൺ അക്കൗണ്ട് പൂർത്തീകരിച്ചത് ഞങ്ങൾ ഈ ഗവൺമെൻറ് വന്ന ശേഷം. കഴിഞ്ഞ വർഷമാണ് പിന്നെ ആദ്യത്തെ ഒരു പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. കോവിഡിൻ്റെ ദുരിതത്തിൽ നിന്ന് മാറിയിട്ടില്ല. അതിനു മുമ്പത്തെ 4-5 വർഷക്കാലം അതിനകത്ത് ഞാൻ പറഞ്ഞു പ്രളയവും കോവിഡും ഒക്കെ ആയിരുന്നു. അന്നും അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് റിസോഴ്സസ് വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളത് എല്ലാവരും പറയുന്നതാണ്. ഇന്ന് തന്നെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒരു പ്രശസ്തയായ എക്കണോമിസ്റ്റ്, അവർ വാസ്തവത്തിൽ ഇടതുപക്ഷത്തെ എപ്പോഴും പിന്തുണയ്ക്കുന്നില്ല. അവർ പറഞ്ഞു റിസോഴ്സ് മൊബിലൈസേഷന് വേണ്ടി, എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടി ഇത്തരം കാര്യം നിങ്ങൾ ചെയ്തല്ലോ, അത് നല്ല കാര്യമാണ്. കാരണം ഇത് എപ്പോഴും വിമർശനം കേൾക്കുന്നതാണ്. ആർക്കും വിമർശനം കേൾക്കാൻ ഇഷ്ടമില്ല. എനിക്കും വേണമെങ്കിൽ ഈ വിമർശനം കേൾക്കാതിരിക്കാനല്ലോ ആഗ്രഹം. ഇത്രയും ഈ പറഞ്ഞ 150 പേജിനകത്ത് അവസാനത്തെ ഒരു പേജിനകത്തുള്ള കാര്യത്തിനാണല്ലോ എന്തെങ്കിലും നല്ല കാര്യം ആദ്യം പറഞ്ഞെങ്കിൽ ആരും പറയുന്നില്ലല്ലോ. അപ്പോൾ അത് പറയാതെ എല്ലാം ഇങ്ങനെ പോകാനായിരിക്കും നല്ലത്. പക്ഷേ ഈ കാര്യങ്ങൾ ഒരു സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിനകത്തൊരു മാറ്റം ഉണ്ടാക്കി ഭാവിയിലേക്ക്, നമ്മളിരിക്കുന്ന കാലത്തേക്ക് വേണ്ടി മാത്രമൊന്നുമല്ല നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. നമ്മളൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ, നമ്മൾ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ, ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ആ സ്ഥലം, ആ ഉത്തരവാദിത്വം കുറച്ചുകൂടി നല്ലതായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അല്ലാതെ നമ്മളിരിക്കുന്ന സമയത്ത് കുറേ വാർത്തയൊക്കെ ഉണ്ടാക്കി അങ്ങനല്ല. അതുകൊണ്ട് ഇതൊരു വിമർശനം വരുന്ന കാര്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിമർശനം വരുന്നുണ്ട്. പക്ഷേ ഞാനിത് പറയുന്നത് പൊതുവിൽ നമ്മുടെ എല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാഴ്ചപ്പാടിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അല്ലാതെ അടുത്ത വർഷം വരുമ്പോൾ ഇലക്ഷൻ വരും, അതിനടുത്ത് സ്വാഭാവികമായിട്ട് ഇലക്ഷനൊക്കെ വരുമ്പോൾ ഇലക്ഷൻ്റെതായ പരിമിതികളുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കേരളത്തിലാണെങ്കിൽ 3 മൊത്തം ഇലക്ഷനാണ്. ലോക്സഭാ ഇലക്ഷനുണ്ട്, അത് കഴിഞ്ഞ് പഞ്ചായത്ത് ഇലക്ഷനുണ്ട്, അത് കഴിഞ്ഞ് അസംബ്ലി ഇലക്ഷനുണ്ട്, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വീണ്ടും ഏതൊരു ഉപതെരഞ്ഞെടുപ്പ് വരും. അതെല്ലാം ഉണ്ട്. അതുകൊണ്ട് മാത്രമല്ല, കാരണം നല്ല വികസനത്തിന് വേണ്ടിയുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കുകയാണ്, നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് തീരുമാനം എടുക്കുന്നത്, പിന്തുണയ്ക്കുന്നവർ തന്നെയാണ് കേരളത്തിലെ ജനങ്ങളെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും ഭാവിയെ കണ്ടുള്ള വലിയ വികസന സ്വപ്നങ്ങൾ മുൻനിർത്തിയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇത്തരം നികുതി നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഇനി ഇവിടെ വയ്ക്കുന്ന തീരുമാനമാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത്. എന്തായാലും ഇതൊക്കെ മറികടക്കാൻ അങ്ങേക്ക് കഴിയട്ടെ. ഒപ്പം തന്നെ അങ്ങയുടെ വികസന സ്വപ്നത്തിനൊപ്പം സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. എല്ലാ ആശംസകളും.